നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. KSEB പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KK ബൈജുവിന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. പാലക്കാട് നീണ്ട 27 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ KK ബൈജുവിന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിൾ പരിധിയിലെ ആലത്തൂർ, ചിത്തൂർ, പാലക്കാട് ഡിവിഷനുകളിലെ ജീവനക്കാർ ചേർന്ന് ജനകീയ യാത്രയയപ്പ് നൽകിയത്. ടോപ്പിൻ ടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമപ്രകാശ് KV അധ്യക്ഷത വഹിച്ചു. വിവിധ ഡിവിഷനിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ K. സുചിത്ര, CV പ്രേംരാജ്, KV രാമപ്രകാശ് എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി. K. സുചിത്ര, CV പ്രേംരാജ് എന്നിവരും P. മുരളീധരൻ, മിനി P, വിപിൻ നല്ലായം, വിദ്യ V, സാബു ജോസഫ്, P. രാജീവ്, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് മണികണ്ഠൻ P, MC ആനന്ദൻ, ഷമീം നാട്യമംഗലം, സുജിത്ത് K, സുരേഷ് PT, KK ശശിധരൻ, അജിത് കുമാർ P, കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം ഉപാധ്യക്ഷൻ P. കിഷോർ എന്നിവർ സംസാരിച്ചു. KK ബൈജു മറുപടി പ്രസംഗം നടത്തി. ഷീബ ഇവാൻ സ്വാഗതവും K. രമേഷ് ബാബു നന്ദിയും പറഞ്ഞു. തുടർന്ന് ജീവനക്കാർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. വളരെ പ്രഗത്ഭനായ ഒരു ഓഫീസറായിരുന്നു KK ബൈജു എന്ന് ആശംസാ പ്രസംഗങ്ങൾ നടത്തിയവർ പറഞ്ഞു. വളരെ കൃത്യനിഷ്ഠതയോടെ, വളരെ അടുക്കും ചിട്ടയോടെ KSEBയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം വളരെ പരിശ്രമിച്ചിരുന്നുവെന്നും അത് മറ്റു ജീവനക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിരുന്നുവെന്നും ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. യോഗത്തിന് ശേഷം KK ബൈജിയും പ്രിയ പത്നിയും ചേർന്ന ഡുയറ്റ് ഗാനത്തോടെയാണ് കലാപരിപാടികൾ ആരംഭിച്ചത്. ഉണ്ടായിരുന്നത് ഒല്ലൂര്, നിലമ്പൂര്, തൃശ്ശൂർ, പാലക്കാട് എന്നീ സ്ഥലങ്ങളിലെ പ്രവർത്തനം മികച്ചതും കേരളത്തിൻ്റെ തന്നെ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായി മാറുകയും ചെയ്തു. സാധാരണ രീതിയിൽ നമുക്ക് ഈ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് നമുക്ക് സാധാരണ കിട്ടുന്നത് നമ്മുടെ സർവീസിൻ്റെയൊക്കെ അവസാനത്തെ ഒരു വർഷം 2 വർഷമൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ പൊതുവെ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ 2 വർഷം എങ്ങനെയെങ്കിലും ഒന്ന് സ്മൂത്തായിട്ട് പോകണം, വലിയ ഇതൊന്നും ഇല്ലാതെ എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് 2022 ജൂണിൽ പാലക്കാട് സർക്കിളിൽ ചാർജ് ഏറ്റെടുത്തപ്പോൾ അന്ന് മുതൽ തന്നെ ഈ പാലക്കാട് സർക്കിളിൻ്റെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടിയിട്ട് സാറ് ഫ്രം ഡേ 1 മുതൽ പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് കാണുന്നത്. സാറിന് കിട്ടിയിട്ടുണ്ട്. സാറ് ഭാഗ്യമായി കാണുന്നുണ്ടോ എന്നറിയില്ല. സ്വന്തം നാട്ടിൽ നിന്നാണ് എല്ലാവരും റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുക. എന്തായാലും ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിനുള്ളൊരു സ്റ്റെപ്പാണ് ഫസ്റ്റ് എടുത്തത്, വെരി ഫസ്റ്റ് ഡേ. അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ സാറിന്റെ മീറ്റിങ്ങുകളെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെറർ തന്നെയായിരുന്നു. അതുകൊണ്ട് അത്രയും കാർക്കശ്യത്തോടെയാണ് ഈ ഒരു അവസരം ഞാൻ ചോദിച്ചു വാങ്ങിച്ചത്. എനിക്കൊരു ആശംസകളൊന്നും എഴുതി വെച്ചിട്ടില്ല, പക്ഷെ എനിക്ക് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട് വാങ്ങിയതോ. സാറിന്റെ ഒരു ആശംസ പറയാതെ പോയാൽ അതെന്റെ മനസ്സിൽ എന്നും ഒരു വേദനയായിരിക്കും. പിന്നെ സാറിനെ കുറിച്ച് ഇനി പുതിയതായിട്ട് പറയാനൊന്നുമില്ല, എല്ലാവരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സാറിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു സപ്പോർട്ടായിട്ട് നേരത്തെ ഷൂ ഒക്കെ പോളിഷ് ചെയ്തതിലൊക്കെ സീനൊക്കെ പറഞ്ഞു. അപ്പൊ അതിലൊക്കെ കൂടെ നിന്ന് സാറിനെ സഹായിക്കുന്ന സാറിന്റെ വൈഫ് അതാരും കാണുന്നില്ല. അപ്പോൾ സാറിന്റെ ആ ഒരു ജീവിതത്തില് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സാറിന് കൂടുതൽ ഇത്ര ഊർജ്ജസ്വലത സാറിന്റെ ജീവിതത്തിലെ ബോണ്ടിങ് ആയിരിക്കാം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ആ ലൈഫിൽ കാണുന്ന ആ ഒരു ബോണ്ടിങ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബൈജു സാറിന് ഇത്രയും ഊർജ്ജസ്വലത തന്നെ അത് തന്നെയായിരിക്കും, ആ കുടുംബത്തിലുള്ള സന്തോഷം തന്നെയായിരിക്കും. അതിന് യാതൊരു സംശയമില്ല. സാറ് കാണിച്ചു തന്ന ഈ പ്രവർത്തനം, ഈ മേഖല ഇത്രയും പുരോഗതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തുടർന്നുകൊണ്ട് പോകണം എന്നും കൂടെ നമ്മളെല്ലാവരും സാറിന് വാക്ക് കൊടുത്താൽ അതായിരിക്കും സാറിന് കിട്ടാവുന്ന ഏറ്റവും നല്ല അവാർഡ്. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള
ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ബൈജു സാർ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ പാലക്കാടിൻ്റെതായിട്ടുള്ളൊരു നഷ്ടം അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ KSEBയെ സംബന്ധിച്ച് KSEBക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ബൈജു സാറിന്റെ ഈ വിരമിക്കൽ. എന്താ കൊടുക്കാൻ തീരുമാനിക്കും. ഈ കോൺഫറൻസ് ഹാളിലേക്ക് പല SSമാരും കടന്നു ചെല്ലുന്നത് ഈ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഹാളിലേക്ക് വരുമ്പോൾ നമ്മൾ അവസാനം നോട്ട്ബുക്ക് മറിച്ചു നോക്കും, പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നോക്കിക്കയറാൻ. സാറ് കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, അടുത്ത തവണ വരുമ്പോൾ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവരും പഠിച്ചിട്ട് വരണം. നമ്മൾ വളരെ കൃത്യമായി പഠിച്ച് 7 49, 8 56 അവിടെ ചെന്ന് കോൺഫിഡൻസോടെ ഇരിക്കുമ്പോൾ ആൾ വരുന്നത് 9 9 എത്രയാണ്. അത് സുൽത്താൻപേട്ടക്കാരാണ് ആദ്യം പെടുക, കാരണം സുൽത്താൻപേട്ടയിൽ നിന്ന് തുടങ്ങുകയാണ്. അങ്ങനെ സുൽത്താൻപേട്ട 9 9 79 എന്ന് പറയും, ബിഗ് ബോസ് സാർ 80 പറയും. അപ്പൊ നമുക്ക് മനസ്സിലായിട്ട് എവിടെയാണ് നമ്മുടെ ആൻസർ. മൂന്നാമത്തെ ആള് തൊട്ട് 81 പറഞ്ഞു 9 9 81. ഇങ്ങനൊരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു പേടിപ്പെടുത്തുന്ന അനുഭവമാണ്. അതിനിടയ്ക്കാണ് ഞാൻ കോങ്ങാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം രഘു വിളിച്ച് പറയുന്നു, അടുത്ത തവണ ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ പറയുന്നു കോങ്ങാട് SS-നെ സാറിന്റെ ക്യാബിനിലേക്ക് വിളിച്ചിട്ടുണ്ട്. പല ഭാഗത്തുനിന്നും എന്നെ സമാധാനിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട്, പേടിക്കേണ്ട ഞങ്ങൾ കൂടെയുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട ഇപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന 4 എക്സിക്യൂട്ടീവ് ഷീബ അടക്കമുള്ള എക്സിക്യൂട്ടീവന്മാരുടെ വളരെയധികം എനിക്ക് തോന്നുന്നു അവരെന്നെ വളരെയധികം സഹിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ ശല്യപ്പെടുത്താനായിരിക്കും, പക്ഷെ അതൊരു താഴെത്തട്ടിലേക്ക് അവർ കൃത്യമായിട്ട് അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോർഡിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ 100% കിട്ടിയിട്ടുണ്ടോ എന്നും സംശയമാണ്. കഴിഞ്ഞ ദിവസം ഡയറക്ടറുടെ ഒരു യാത്രയപ്പ് പരിപാടി ഞാൻ പങ്കെടുക്കുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ റിട്ടയർ ആവുകയാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. കുഴപ്പമില്ല, പാലക്കാടല്ലേ വീട് എന്നുണ്ട്. ഒരുപാട് നല്ല സമയങ്ങളിലും അതുപോലെ തന്നെ വെല്ലുവിളി നൽകുന്ന സമയത്തും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇനിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തുതന്നെയായാലും ആ വിശ്വാസത്തിന് മങ്ങലേക്കാത്ത രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. നന്ദി, നമസ്കാരം. ഈ
എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ, ക്യാമറയിലേക്ക് നോക്കൂ. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.